ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് പാശ്ചാത്യ ദേശത്തു നിന്നും യൗവനയുക്തനായ ഒരു ജസ്യൂട്ട് പാതിരി പൗരസ്ത്യ ദേശം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ദൈവം തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിയോഗം അതിലും എത്രയോ വലുതാണെന്ന സത്യം അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം പിന്നീട് കിഴക്കിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടാനിടയായി. കത്തോലിക്ക സഭയിലെ തിളക്കമാർന്ന സുവിശേഷ പ്രവർത്തകരിൽ ഒരാളായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ആയിരുന്നു അത്. വിശുദ്ധന്റെ ജീവിതം തിരുസഭയുടെ മകുടത്തിലെ ഒരു പൊൻതൂവലാണ്. 1506 സ്പെയിനിലെ നവാറെ എന്ന സ്ഥലത്തെ പ്രഭു കുടുംബമായ ബാസ്ക്യൂ കുടുംബത്തിലാണ് വിശുദ്ധന്റെ ജനനം. ലോകം മുഴുവൻ സഞ്ചരിക്കാനും പഠിക്കാനും അതിയായ താല്പര്യമുള്ളയാളായിരുന്നു ഫ്രാൻസിസ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തന്റെ 18-ാം വയസ്സിൽ ഉപരിപഠനത്തിനായി പാരീസിലെത്തിയ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് മറ്റൊരു മഹത് വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. പാരീസിലെ സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഫ്രാൻസിസ് അവിടെ തന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് അദ്ദേഹം ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വിശുദ്ധന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ആഹ്വാനമായി മാറി. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ബൈബിൾ വാക്യം ഫ്രാൻസിസിന്റെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെ അടിമുടി പൊളിച്ചെഴുതി. പിന്നീട് ആദ്യ 7 ജസ്യൂട്ടുകളിൽ ഒരാളായി തീർന്ന അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാനായി വിശുദ്ധ നഗരം സന്ദർശിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വെനീസും തുർക്കിയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് തന്റെ തീരുമാനങ്ങൾ മാറ്റിവെച്ച വിശുദ്ധൻ പാതുവായിലും ബൊളോണയിലും റോമിലും തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ഈസ്റ്റ് ഇൻഡീസിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനായി വിശുദ്ധ ഇഗ്നേഷ്യസ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇതേ തുടർന്ന് വിശുദ്ധനെ കിഴക്കിലെ രാജകുമാരന്മാർക്ക് പരിചയപ്പെടുത്തുന്ന മാർപ്പാപ്പയുടെ 4 ഔദ്യോഗിക രേഖകളുമായി വിശുദ്ധൻ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. അദ്ദേഹം ഗോവയിൽ കപ്പലിറങ്ങി. അങ്ങനെ 10 വർഷക്കാലം നീണ്ടുനിന്ന വിശുദ്ധന്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് ആരംഭം കുറിച്ചു. ഗോവയിൽ വിശുദ്ധൻ പ്രായപൂർത്തിയായവർക്ക് പ്രബോധനങ്ങൾ നൽകുകയും തെരുവിൽ മണിയടിച്ച് കുട്ടികളെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. അവർക്ക് വേദപാഠങ്ങൾ പകർന്നു നൽകി. കൂടാതെ ആശുപത്രികളും തടവറകളും സന്ദർശിക്കുകയും ചെയ്തു. ക്രമേണ വിശുദ്ധൻ ഇന്ത്യക്കാർക്കിടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ വളരെ ലളിതമായ നാട്ടുകഥകളായും ചെറിയ ഗാനങ്ങളാക്കിയും അദ്ദേഹം നാട്ടുകാരുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു. തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോയ വിശുദ്ധൻ അവിടെ പരവ സമുദായത്തിൽപ്പെട്ടവരെ മാമോദീസ മുക്കുവാൻ ആരംഭിച്ചു. ചില ദിവസങ്ങളിൽ മാമോദീസ മുങ്ങുന്നവരുടെ ആധിക്യം നിമിത്തം വേദനയാൽ അദ്ദേഹത്തിന് തന്റെ കരങ്ങൾ ഉയർത്തുവാൻ പോലും സാധിച്ചിരുന്നില്ല. അവിടെ നിന്നും അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് പോയി. അവിടെ പല ഗ്രാമങ്ങളിലുമായി 45ഓളം പള്ളികൾ പണിതു. പിന്നീട് മലയായിലെ മലാക്കയിൽ പോവുകയും അവിടെ ഏതാണ്ട് 18 മാസങ്ങളോളം സുവിശേഷ പ്രഘോഷണവും ജ്ഞാനസ്നാനം നൽകലുമായി ദ്വീപുകളിൽ നിന്നും ദ്വീപുകളിലേക്ക് വിശുദ്ധൻ യാത്രകൾ നടത്തി. തിരിച്ച് ഗോവയിലെത്തിയ വിശുദ്ധൻ ജപ്പാനിലെ ആത്മാക്കളുടെ വിളവെടുപ്പിനായി തന്റെ സഹചാരികളും ഒന്നിച്ച് ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു. 1549 കാഗോഷിമയിലെത്തിയ വിശുദ്ധൻ അവിടുത്തെ ഭാഷ പഠിക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് അവിടെ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. താൻ മതപരിവർത്തനം ചെയ്തവർ 10 വർഷത്തിനു ശേഷവും അതേ ഉത്സാഹത്തോടും വിശ്വാസത്തോടും കൂടി ഇരിക്കുന്നതായി വിശുദ്ധൻ കണ്ടു. അത്ര വിജയകരമായിരുന്നു വിശുദ്ധന്റെ ജപ്പാനിലെ ദൗത്യം. 1551 താൻ ഇന്ത്യയിൽ മതപരിവർത്തനം ചെയ്തവരെ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധൻ വീണ്ടും മലാക്കയിലേക്ക് തിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു, വിജാതിയരുടെ നാടായ ചൈന. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. സാൻസിയൻ ദ്വീപിലെ കാൻഡൺ നദീമുഖത്തെത്തിയപ്പോഴേക്കും വിശുദ്ധന് കലശലായ പനി പിടിക്കുകയും ചുട്ടുപൊള്ളുന്ന മണലിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ആൾവാറസ് എന്ന പാവപ്പെട്ട മനുഷ്യൻ വിശുദ്ധനെ കാണുകയും തന്റെ കുടിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് 2 ആഴ്ചയോളം വിശുദ്ധൻ അവിടെ ജീവിച്ചിരുന്നുവെങ്കിലും പിന്നീട് മരണമടഞ്ഞു. മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ തന്റെ ക്രൂശിത രൂപത്തിലായിരുന്നു. ഒരിടുങ്ങിയ കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. 3 മാസത്തിനു ശേഷം കല്ലറ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം
യാതൊരു കോട്ടവും തട്ടാതെയും അഴുകാതെയും ഇരിക്കുന്നതായി കാണപ്പെട്ടു. ഇത് പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും ഇത് അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ പിയൂസ് 10 മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസിനെ വിദേശ സുവിശേഷക ദൗത്യങ്ങളുടെയും എല്ലാ സുവിശേഷക പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി പിന്നീട് പ്രഖ്യാപിച്ചു.